കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന നവ്യ മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ അഭി ആകെപ്പാടെ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ്. അപ്പം നവ്യയെ കണ്ടപ്പോഴേ പറഞ്ഞു, അഭി പറഞ്ഞു വന്നിട്ടുണ്ട് അവള്. നിനക്ക് നാണം ഉണ്ടോടി നിനക്ക്? എന്നെ ഭർത്താവായിട്ട് നീ കൂട്ടണ്ട, പക്ഷേങ്കിൽ വെറുതെ കാരനോട് പോലും നീ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാണ്ട് നിനക്ക് 100 നാക്കാണല്ലോ. നീ കാരണം എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് എല്ലാം കാരണം. നീ എന്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടാളെന്ന് പറയാം. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, ഞാനോ? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാണോ? നിങ്ങൾ മനഃപൂർവ്വം എന്നെ വലിച്ചഴിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ? നിങ്ങളുടെ ചേട്ടനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ പരിപാടിയെല്ലാം ചെയ്തേ. പിന്നെ കൂടുതൽ എന്നോടൊന്നും പറയിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം അഭിക്ക് ദേഷ്യം വന്നു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ തന്നെ പറഞ്ഞാൽ മതി. എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നേ? വലിയ കോടീശ്വര പുത്രിയാന്ന് പറഞ്ഞില്ല നീ ഇരുന്നേ അന്നിട്ടോ? ഇത് കേട്ടപ്പം അഭി പറഞ്ഞു, ഇപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുന്നത്? ഇതൊക്കെ മുൻപ് ആലോചിക്കണമായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിലും നിങ്ങളെ ഞാൻ ഭർത്താവായിട്ട് കാണെങ്കിൽ അതിന് വേണ്ട മിനിമം ക്വാളിറ്റീസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതെന്തെങ്കിലും ഉണ്ടോ? കള്ളത്തരമല്ലാതെ ഇതുവരെയായിട്ട് നല്ല കാര്യം എന്തെങ്കിലും അഭി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഓ, ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു. നീ ഭയങ്കര പുണ്യാളത്തി ആയതുകൊണ്ടാണല്ലോ വയറ്റത്ത് മറ്റേ പാടും വെച്ച് കെട്ടി എല്ലാവരും പറ്റിച്ച് നടന്നേന്ന് പറയണം. അങ്ങനെ ഞാൻ പാട് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്ക് അഭി. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, അവളെ നോക്കുകയും ചെയ്യണം. പക്ഷെ അത് നീ ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴാണെങ്കിലും എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞ് സ്വന്തം കുഞ്ഞല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നിന്നെ ഞാൻ എങ്ങനെ എന്റെ ഭർത്താവായിട്ട് കരുതും? എന്നിട്ട് ഒരു ന്യായവും പറഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് പറയണം. ഈ സമയം അഭി നിന്നോട് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യമില്ല, നിന്നോട് പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് കയറും എന്ന് പറഞ്ഞിട്ട് അഭി മുറിയിൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ജലജനെ കാണുന്നത്. അപ്പൊ ജലജ അഭിയെ കണ്ടപ്പോഴും പറഞ്ഞു, എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്താവെന്ന് പറയാം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, എനിക്കോ തോന്നുന്നുണ്ടമ്മേ, അല്ലെങ്കിൽ തന്നെ എന്റെ ഭാര്യ എനിക്കിട്ട് ഏറ്റവും വലിയ പണിയായിട്ട് എന്റെ പുറകെ കൂടിയിരിക്കുന്നത്. അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാം. എടാ അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. അനാമികയുടെ അനിയുടെ കൂടെ വിവാഹം നടക്കാൻ പോവാ. ആ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിലുള്ള തീരുമാനമാവെന്ന് പറയാം. അറിയാലോ, പിന്നെ നീ ഇവിടെ ആരും അല്ലാതാവും. ഇവിടെ മാത്രമല്ല വീട്ടിലും. ഇവിടെ നമ്മളെ രണ്ടും പുറത്താവും. വലിയ കൊമ്പത്തിന്നാ കെട്ടിക്കൊണ്ട് വരാൻ പോന്നെ. അവള് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ ഭരണം മൊത്തം അവളും കൂടെ ഏറ്റെടുക്കും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നെ. അതൊക്കെ അറിയാമേ, പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കണേ? എടാ മോനെ, നിന്നെ ഏറ്റവും ഉയരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നീ കമ്പനിയുടെ ഏറ്റവും തലപ്പത്ത് എത്തണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്റെ. പക്ഷെ ആ ആഗ്രഹം ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ആദർശ് വന്ന് കേറി ദേ ഇപ്പൊ അവിടേക്ക് ഇനി ഇപ്പൊ അനി എത്താൻ പോവാ. അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഈ വീട്ടിൽ സ്ഥാനം കൂടുതൽ കൊടുക്കുന്നത്. അറിയാലോ എന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാമേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ അബിയും ചെറിയ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവിടെ കുടുംബരി കൊണ്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ദേവേനി ജയനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പൊ അനിയുടെ വിവാഹം നടക്കാൻ പോയല്ലേ, അവൻ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അവനെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജാനകി പറഞ്ഞു, അല്ല ഏട്ടത്തെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനിയില്ലേ, ആ കമ്പനിയിലേക്ക് അതിന്റെ മേൽനോട്ടമായിട്ട് അവനെ നമുക്ക് വിട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, അതിന് അത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അവൻ ഏറ്റെടുക്കാറായോ? ഇനി എന്നാ ജാനകി അവനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നേ? എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവണം. ഇനി അവന്റെ കല്യാണം അല്ലേ വരാൻ പോകുന്നത്. അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് കെട്ടിവരുന്ന പെണ്ണിനും ഒന്നും തോന്നരുത് എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ അവന് ഇരിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് അവനാണെങ്കിൽ ഇച്ചിരി കാര്യപ്രാപ്തിയൊക്കെ ഉള്ള ആളല്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല വല്യമ്മയെന്ന് പറയണം. അതെന്താ അങ്ങനെ? അല്ല അതൊന്നും എനിക്ക് സെറ്റ് ആവുന്ന കാര്യമില്ല, അറിയാലോ. അതൊക്കെ ആദർശനെ കൊണ്ടോ ഈ കമ്പനിയൊക്കെ നോക്കി നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. നീ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് എപ്പോഴും ചിന്തിക്കണം. ഇങ്ങനെ നിന്റെ കുഞ്ഞു കുട്ടിത്തരങ്ങളൊക്കെ വീണ്ട സമയം കഴിഞ്ഞു. നീ ഇനി അടുത്ത ദിവസം ഒരു ഭർത്താവാൻ പോവാ. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എപ്പൊ നോക്കിയാലും ഈ കല്യാണത്തെക്കുറിച്ച് മാത്രം എല്ലാവർക്കും സംസാരിക്കാനുള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്റെ ജീവിതം ആകെപ്പാടെ തകർന്നു പോകുന്നുള്ള കാര്യം മനസ്സിലായി. നന്ദുവാണ് തന്റെ മനസ്സിലുള്ള കാര്യം ഇവരോട് തുറന്നു പറഞ്ഞാലോ? വേണ്ട, ഒരു പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഏട്ടത്തിക്ക് ഇവിടെ കിടക്കപ്രതി ഉണ്ടാവില്ല. ഏട്ടത്തിയുടെ ചേച്ചി നവ്യേച്ചിനെ ആയിരിക്കും ഇവിടുന്ന് ആദ്യം അടിച്ചിറക്കാൻ പോകുന്നത്. വേണ്ട, ഇപ്പോഴത് ആരോടും പറയേണ്ടെന്ന് അനി മനസ്സിൽ കരുതുവാണ്. ഈ സമയത്താണ് അനിയും ജലജയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവര് കേട്ടി സംസാരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അല്ല അതെന്ത് വർത്താനം അടുത്തി പറയണേ? അനിക്ക് മാത്രം സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്താൽ മതിയോ? എന്റെ അഭി അവനേക്കാളും മൂത്തല്ലേ, അവൻ ഈ വീട്ടിലെ ആരുമല്ലേന്ന് ചോദിക്കാം. അവനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഇവൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവൻ എന്താ ചെയ്തേ? കമ്പനിക്ക് എന്തെങ്കിലും ലാഭകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയോ?
അവൻ ആ കയറി അത്രയും ദിവസം അവൻ കമ്പനിയെ നഷ്ടത്തിലാക്കുക ചെയ്തേ. അതുകൊണ്ടല്ലേ അച്ഛന് ഇവനൊരു സ്ഥാനം കൊടുക്കാത്തെ. ഇവന് ഇനിയിപ്പോ സ്ഥാനം കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളെന്ന് പറയണം. അതല്ലേലും അങ്ങനെയാന്ന് എനിക്കറിയാം. ഇനിയിപ്പം അനിയും കൂടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാനും എന്റെ മകനും ഈ വീട്ടിൽ ആരും അല്ലാതാവുമെന്ന് പറയണം. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അങ്ങനെ ഒരു ചിന്ത ഏടത്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. ഇപ്പൊ ഈ സമയത്താണ് നയന അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നയന വന്നു നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനയും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ദേവേന് പറഞ്ഞു, ഒരു കാര്യം നിന്നോട് ഞാൻ പറയാൻ മറന്നു. എന്താമ്മേ, എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനിയിപ്പോ അധികം വൈകാതെ തന്നെ അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയാന്ന് പറയണേ. ഞാനോ? അതെന്തിനാ ഞാൻ നോക്കണേ? ആ കുട്ടിക്ക് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. അതെ, അവള് ചെറിയ കുട്ടിയാ. അവൾക്ക് നിന്റെ അത്ര വലിയ കാര്യശേഷിയും കാര്യപ്രാപ്തിയൊന്നുമില്ല. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നീയാ. അവൾ എന്തൊക്കെ പറയുന്നോ അതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറയാം. അല്ലമ്മ, അതിന് ഞാന് പറയുന്ന ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി. അവളെ വലിയ വീട്ടിലെ കുട്ടിയാ. അവൾക്ക് എങ്ങനെ വീട്ടുജോലികളൊന്നും ചെയ്ത് ശീലമില്ല. അത് മാത്രമല്ല, ഇവിടെ വന്ന് എങ്ങനെ നിക്കണം, എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയത്തില്ല. മൂത്ത മരുമോള് നീയല്ലേ, അപ്പൊ നീ വേണം അതൊക്കെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനായിട്ടും. ഇനി എന്തെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായപ്പോലും ഞാൻ നിന്നോടാ ചോദിക്കുള്ളൂ. അവളെ ആലോചിച്ചുറപ്പിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെൺകുട്ടിയാ, അല്ലാതെ വേറെ ചിലരെ പോലെ മുഖം മറിച്ച് കയറി വരുന്നൊന്നും അല്ലാന്ന് പറയാ. അത് നയനിക്കിട്ടല്ലോ കൊട്ടായിരുന്നു. നയനിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ഈ സമയം നവ്യയും കൂടെ അങ്ങോട്ട് വന്നു. ഇത് കേട്ടപ്പോൾ നവ്യക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അതെന്താ അമ്മച്ചി അങ്ങനെ പറയണേന്ന് ചോദിക്കുവാണ്. ഞങ്ങളെന്താ ഈ വീട്ടിലേക്ക് ഒന്നും മരുമക്കളല്ലേ? ഓ, നിങ്ങൾ മരുമക്കളായി വന്ന കഥ പിന്നെ കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. രണ്ടുപേരും നല്ല മരുമക്കളാണല്ലോ വീട്ടിലേക്ക്. എന്ന് രണ്ടും കൂടെ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയത് ഈ വീട്ടിലെ കഷ്ടകാലം. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അങ്ങനെ തന്നെ പറയട്ടത്തി. ഇവൾമാരുടെ വിചാരം എന്താ? ഇവൾമാര് ഭൂലോക രമ്പന്മാരായതുകൊണ്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന്. എന്ന് വന്നോ അതിനുശേഷം തുടങ്ങിയത് ഈ വീട്ടിലെ ഓരോരുത്തരെ പ്രശ്നങ്ങളും പരാതികളൊക്കെ. ഇന്ന് വരെ അതിന്റെ അറുതി വന്നിട്ടില്ല. ഈ സമയം ദേവേനെ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യത്തിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇത് കേട്ടപ്പോൾ അനി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു. അനി പറഞ്ഞു, അല്ല അതെന്തിനാ നയനടുത്തെ അതൊക്കെ ചെയ്യുന്നേ? ആ വരുന്ന അവൾക്ക് അനാമിക കയ്യും കാലും ഇല്ലേ? അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അനി, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് തുടക്കത്തിലാ തോന്നിയാൽ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആ വരുന്ന പെൺകുട്ടീനെ എങ്ങനെ മനസ്സ് വേദനിപ്പിക്കാൻ നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവൾ ഈ വീട്ടിലെ മരുമോളായിട്ടാ കയറി വരുന്നതെന്ന് പറയാം. ഈ സമയം കന പറഞ്ഞു, ഓഹോ, അപ്പം മരുമോളായിട്ട് വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളെ ഒന്നും വിഷമിപ്പിച്ചു കൂടാല്ലേ? എന്നിട്ടോ ഇവിടെ എന്റെ നയനമോൾക്കും നവ്യമോൾക്കും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക. ദേവേന് പറഞ്ഞു, അവര് നല്ല രീതിയിൽ ഈ വീട്ടിലേക്ക് കയറി വരുമായിരുന്നെങ്കിൽ അവരെ ഞങ്ങൾ നല്ല രീതിയിൽ നോക്കിയാണ്. പക്ഷെ അങ്ങനെയാണ് നിന്റെ മക്കള് ചെയ്തേ. നീ നിന്റെ മക്കള് കുതന്ത്രത്തോടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നല്ലേ, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തെ. നിന്റെ മകളെ ഇപ്പോഴും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആ ഒരു കാര്യം കൊണ്ട് മാത്രം. ഇനി ഇപ്പൊ ഇവൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എന്നെ പൂ വിട്ട് പൂജിച്ചെന്ന് പറഞ്ഞാലും ഇവളെ ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത്രയും പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് കയറി പോവാ. കനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. ജലജ എല്ലാരും കൂടെ കയറിപ്പോയി. ഈ സമയം അനി പറഞ്ഞു, നയനടുത്ത് വിഷമിക്കണ്ട കേട്ടോ, വല്യമ്മയുടെ സ്വഭാവം അറിയാലോ, അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയണേ. ഈ സമയം നയന പറഞ്ഞു, എനിക്കിതൊക്കെ അറിയാനി, എന്നാലും സങ്കടമുള്ളൂ. എത്ര നമ്മൾ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രയോജനം ഇല്ലെന്ന് അറിയുമ്പോൾ ഒരു വിഷമമുണ്ടെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നയന സിറ്റൗട്ടിലേക്ക് പോവാണ്. അങ്ങനെ നയനം പോയി വിഷമിച്ചിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്. കനക വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നീ കുറച്ച് ബോൾഡ് ആവേണ്ട സ്ഥലത്ത് ബോൾഡ് ആണോ? എപ്പോഴും അവർ പറയുന്നതല്ല അനുസരിച്ച് ഇവിടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കാൻ യോഗം. ചെയ്യാൻ പറ്റില്ലാത്ത കാര്യം ചെയ്യാണ്ടെന്ന് നീ ആരോടാണെങ്കിലും തുറന്നു പറയണം. നീ ഇവിടുത്തെ മരുമോള, അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയല്ല. ഇപ്പൊ അമ്മയാളിലും കൊള്ളാം, ഭർത്താവാളിലും കൊള്ളാം. പറയുന്ന കാര്യം തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ പ്രതികരിക്കണം. എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ഇപ്പൊ ഏറ്റവും വിഷമം. നവ്യയുടെ കാര്യത്തിൽ പിന്നെ ടെൻഷനില്ല. അവളുടെ കാര്യത്തിന് അവള് നല്ല ബോൾഡായിട്ട് നിന്നോളും. ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അവള് മുഖത്തടിച്ച് പറയും. പക്ഷെ നീ അങ്ങനെയല്ല, എല്ലാം സഹിച്ചു ക്ഷമിച്ചു ഇങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുന്നേ. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നീ പറയണേ എന്ന് പറഞ്ഞു. മുത്തശ്ശന്റെ കാലശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്കറിയാമേ. അത്രയും കാലം വരെ എനിക്ക് ഒരു പക്ഷേ ഈ വീട്ടിൽ ആയുസ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങണമെന്ന് പറയാം. അങ്ങനെയാണ് പിന്നെ എന്തിനാ മോളെ നിൽക്കുന്നേ? നീ അങ്ങോട്ട് പോരെ, അവിടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അറിയാലോ, നിന്റെ അച്ഛന് ഒരു സങ്കടം ഉണ്ടാവില്ല. നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുക എന്ന് പറയാണ്. ഈ സമയത്ത് അനിയുടെ അല്ല നന്ദുവിന്റെ 2 ഫ്രണ്ട്സ് അങ്ങോട്ട് വരുവാണ്. നന്ദുവിന്റെ 2 ഫ്രണ്ട്സ് വരുന്ന കണ്ടപ്പോഴത്തേനും ദേവേനയല്ല കനക എന്ത് ചെയ്യാണ്? കനക അങ്ങോട്ട് ഓടി ഇറങ്ങി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ്.
കനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ല പിന്നെ നന്ദുവിനെ കുറിച്ച് എന്ത് പറയാനായിട്ട്? അല്ല ഇവിടുത്തെ അനിയുടെ കല്യാണം വന്ന് അറിഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണം. ദേ ഇവിടെ വന്ന് നിങ്ങൾ എന്തേലും പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നേ നിൽക്കുക. അല്ല പന്നി അതെ ദേ വന്നത് തന്നു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയണം. അല്ല ഞങ്ങൾക്ക് അനിയെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അനിയെ കണ്ട് ഒന്നും സംസാരിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. അതെ ആന്റി, വേറൊന്നും കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. നന്ദുവിന്റെ വിഷമം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവള് വല്ലാത്ത സങ്കടത്തില. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അവളോട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്ന, പക്ഷേങ്കിൽ ഇപ്പോഴവള് പഴയ പോലെ അല്ല. അവള് ഞങ്ങളോട് നേരെ ചൊവ്വേ സംസാരിക്കാറില്ല. അവളുടെ മനസ്സിൽ അനിയ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കുകയല്ല ആന്റി ചെയ്യണ്ടേ. അതുകൊണ്ട് നന്ദുവിന് ഇനിയിപ്പോ വേറെ കല്യാണം കഴിഞ്ഞാലും നന്ദുവിന് ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല. അനിയുമായിട്ടുള്ള വിവാഹം നടന്നാൽ മാത്രമേ അവളുടെ മനസ്സിന് സന്തോഷമാവുള്ളൂ. അത് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്ന. അതുകൊണ്ട് ഞാൻ കനിയോട് സംസാരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും കനക ചുറ്റും നോക്കണം ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന്. ദേ വന്നത് വന്നു, വേലാൽ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ? നിങ്ങൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നോ? അത് ഞങ്ങളൊന്ന് കണ്ടിട്ട് പോക്കളാം. ഒന്നും വേണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഞാൻ കണ്ടല്ലോ നീ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഞാൻ കഴുത്തിനും പിടിച്ച് വെളിയിലാക്കും. ഇറങ്ങി പോവാൻ നോക്കാൻ പറയാണ്. അങ്ങനെ അവരെ അങ്ങോട്ട് ഇറക്കി വിടുവാണ്. ഈ സമയത്ത് കനയ്ക്ക് ഒരു ശ്വാസം നേരെ വീണ, എന്നാലും ഒരു ടെൻഷൻ. എന്റെ ഭഗവാനെ, ഇനി അവരെങ്ങാനും തിരിച്ചു കയറി വരുമോ? ഇവിടെ എങ്ങാനും വന്ന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. ഇപ്പൊ അനിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനി ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് സമനില തെറ്റിയ ഒരു അവസ്ഥയായി പോയി. കനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് നയനെ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു. അല്ല അത് നന്ദുവിന്റെ ഫ്രണ്ട്സ് അല്ലേ വന്നേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ മോളെ അല്ല അവരോട് അമ്മ എന്താ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അവരെന്തോ അത്ര ശരിയല്ല. എന്തിനെ ഈ നന്ദുവായിട്ട് കൂടുകൂട്ടി നന്ദുവിനെ വഴി ഒഴിപ്പിക്കുന്നല്ല ഇവരാന്ന് പറയാ. അതുകൊണ്ട് അവരെ കണ്ടപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടെ. അല്ല അവരെന്തിനാ അമ്മ ഇങ്ങോട്ട് കയറി വന്നേ? അല്ല നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവരോർത്ത് ഇനിയിപ്പം ഞാനിവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ നന്ദൂട്ടിന് ഇവിടെ കാണുമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് മനസ്സിലായി അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന്. കിടന്നു സത്യം പറമേ, അമ്മ എന്താ ഇനിയൊന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നേ? അവര് വന്ന് ഈ കാര്യത്തിനൊന്നും അല്ലാന്ന് എനിക്കറിയാം. മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്നാ എന്ത് കാര്യമാണല്ലോ അമ്മ തുറന്നു വരാം. സത്യം മാത്രമേ എന്നോട് പറയാനുള്ളൂ. കാര്യം എന്താ? നന്ദുവിനെ അന്വേഷിച്ച് അവരിവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ട്. അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും ഇങ്ങോട്ട് വന്നേ. കാര്യം എന്താണ് എന്നോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ കനക നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ കാണാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.